കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരന്റെ ആത്മഹത്യ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടല്ലെന്നതിന് തെളിവുകൾ കൈരളി ന്യൂസിന്. ജോസഫ് ഡിസംബറിൽ രണ്ടുപേരുടെ പെൻഷൻ കുടിശ്ശിക കൈപ്പറ്റിയതിന്റെ റെസീറ്റ് കൈരളി ന്യൂസിന് ലഭിച്ചു. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൻഷൻ വിതരണം മുടങ്ങിയതിനാലാണെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നതിനുള്ള തെളിവാണിത്. 2023 ഡിസംബറിൽ 1600 രൂപ വീതം മകളുടെ അടക്കം ഭിന്നശേഷി പെൻഷനായി 3200 രൂപ പെൻഷൻ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന റെസീറ്റാണിത്. ജോസഫിന്റെ ഭിന്നശേഷിക്കാരിയായ മകൾ മേരി മാസങ്ങളായി കോഴിക്കോട്ടുള്ള കന്യാസ്ത്രീകളുടെ സംരക്ഷണ കേന്ദ്രത്തിലാണ്. മേരിയുടെ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനും കൈപ്പറ്റുന്നത് ജോസഫാണ്. വീട്ടിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജോലി ചെയ്യാനുള്ള സൗകര്യവും ജോസഫിന് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ജനുവരി 3 തൊഴിലുറപ്പ് കൂലിയിനത്തിൽ 5500 രൂപ കാനറ ബാങ്കിൽ നിന്നും ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അഗതി പട്ടികയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളും ജോസഫിന് എത്തിച്ചു നൽകാറുണ്ടായിരുന്നുവെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറയുന്നത്. സാമ്പത്തിക പ്രശ്നമല്ല ജോസഫിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.